ഇസ്രായേലിനൊപ്പം ചേർന്ന അമേരിക്ക വീണ്ടും ഏതെങ്കിലും തരത്തിലുള്ള സൈനിക ആക്രമണങ്ങൾക്ക് മുതിർന്നാൽ അത് പശ്ചിമേഷ്യയിലുടനീളം കൂടുതൽ വ്യാപകമായ പ്രാദേശിക സംഘർഷത്തിന് കാരണമാകുമെന്നാണ് ഇറാൻ ശക്തമായ മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അമേരിക്കൻ സന്ദർശനത്തിന് തൊട്ടുമുമ്പുള്ള ഈ മുന്നറിയിപ്പ് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കകൾ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന വ്യോമാക്രമണങ്ങൾ തുടർന്നാൽ ഈ യുദ്ധം കൂടുതൽ പ്രാദേശിക തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നാണ് അതിന്റെ പ്രത്യാഘാതം വലുതായിരിക്കുമെന്നുമൊക്കെയാണ് ഇറാൻ ഔദ്യോഗികമായി വ്യക്തമാക്കിയിരിക്കുന്നത്. മേഖലയിലെ സമാധാന അന്തരീക്ഷം വീണ്ടും തകരുന്ന രീതിയിലുള്ള നീക്കങ്ങൾക്കെതിരെയാണ് ഈ കടുത്ത പ്രതിരോധം. ഇതിനിടയിൽ യമനിലെ ഹൂത്തി വിമതർ സൗദി അറേബ്യയുടെ പ്രധാനപ്പെട്ട എണ്ണ കമ്പനിയായ സൗദി അറാംകോയുടെ ജസാനിയിലെ യാൻബുവിലെയും കേന്ദ്രങ്ങൾക്ക് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായ റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. ബാബ് അൽ മന്ദേബ് കടലിടുക്കിന്റെയും ആഗോള എണ്ണ വിതരണത്തിന്റെയും സുരക്ഷയെ ഈ സംഘർഷങ്ങൾ ഗുരുതരമായി തന്നെ ബാധിച്ചിട്ടുമുണ്ട്. സൈനിക നടപടികൾക്കും വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾക്കും അപ്പുറം നയതന്ത്ര ചർച്ചകളാണ് മുന്നോട്ടുള്ള ഒരേയൊരു മാർഗമെന്നാണ് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. അപ്പോഴും അമേരിക്കയും ഇസ്രയേലും സൗദി അറേബ്യയും ഉൾപ്പെടുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം അനുദിനം മൂർച്ഛിച്ചു വരികയാണ്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ സുപ്രധാന ധമനിയായ ഹോർമൂസ് കടലിടുക്കിൽ വീണ്ടും വലിയ സുരക്ഷാ ഭീഷണി ഉയർത്തിക്കൊണ്ട് അതീവ ഗൗരവകരമായ അപകടവും സംഭവിച്ചു കഴിഞ്ഞു. ഇറാൻ നിശ്ചയിച്ച നാവിഗേഷൻ റൂട്ടിന് പുറത്തുകൂടി സഞ്ചരിച്ച ഒരു എണ്ണ ടാങ്കർ നാവിക മൈനിൽ ഇടിച്ചതിനെ തുടർന്ന് പൊട്ടിത്തെറിച്ചതായാണ് ഇറാന്റെ അർദ്ധ ഔദ്യോഗിക വാർത്താ ഏജൻസികളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. എങ്കിലും ഈ സ്ഫോടന സംഭവത്തെക്കുറിച്ച് ഇറാൻ അധികൃതർ ഇതുവരെയും ഔദ്യോഗികമായി യാതൊരുവിധ പ്രസ്താവനയും പുറത്തിറക്കിയിട്ടില്ല എന്നതും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ആശങ്കയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. ഹോർമസ് കടലിടുക്കിലൂടെ അനധികൃതമായി തെക്കൻ പാതയിലൂടെ കടന്നുപോകാൻ 3 എണ്ണ ടാങ്കറുകൾ ശ്രമിച്ചതായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഈ ഒരു സ്ഫോടനം നടന്നിരിക്കുന്നത്. IRGCയുടെ കണക്കനുസരിച്ച് ഈ റൂട്ടിൽ സഞ്ചരിച്ച ഒരു ടാങ്കറിലാണ് സ്ഫോടക വസ്തു ഇടിച്ച് തീപിടുത്തമുണ്ടായത്. തുടർന്ന് അപകട മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് മറ്റ് 2 ടാങ്കറുകളും തിരിച്ചു പോവുകയായിരുന്നു. ഇറാനിയൻ അധികൃതരുമായി യാതൊരുവിധ ഏകോപനവുമില്ലാതെ ഈ ജലപാതയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന കപ്പലുകൾക്ക് വരും ദിവസങ്ങളിലും ഇതേ വിധി നേരിടേണ്ടി വരുമെന്നാണ് IRGC ശക്തമായ ഭാഷയിൽ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ലോകരാജ്യങ്ങളെ ഞെട്ടിക്കുന്ന ഈ പുതിയ സംഭവ വികാസങ്ങളൊക്കെ തന്നെ മിഡിൽ ഈസ്റ്റിലെ സമുദ്രപാതകളിലെ സംഘർഷം അതിന്റെ പാരാത്രികാവസ്ഥയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എണ്ണ ടാങ്കറുകൾക്ക് നേരെയുണ്ടായ ഈ ആക്രമണവും മുന്നറിയിപ്പുകളും ആഗോള വിപണിയിൽ വലിയ ചലനങ്ങൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ പുതിയ സംഭവവികാസങ്ങൾ ആഗോളതലത്തിൽ വലിയ രീതിയിൽ തന്നെ ഊർജ പ്രതിസന്ധിക്കും സുരക്ഷാ ആശങ്കകൾക്കുമൊക്കെ വഴിവെച്ചിട്ടുണ്ട്. ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത ഈ ഒരു പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ ഈ മേഖല കൂടുതൽ വലിയൊരു യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയാണ് ലോകരാഷ്ട്രങ്ങൾക്കുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.